ഹലോ സുഹൃത്ത്, നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 16, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JD's കറണ്ട് അഫേഴ്സ്. ഓരോ പരീക്ഷയും ഒരു ടഫ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആണ്. നമ്മൾ ആ പരീക്ഷയിൽ വിജയിക്കണമെങ്കിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തേ പറ്റൂ. എന്നും നമ്മൾ സമയം കണ്ടെത്തിക്കൊണ്ട് നമ്മളെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അതിന് വേണ്ടത് സമയമാണ്, ഒപ്പം തന്നെ താല്പര്യവുമാണ്. ഓരോ പരീക്ഷയിലും കറണ്ട് അഫേഴ്സിന് പ്രാധാന്യം ഉള്ളതുകൊണ്ട് കറണ്ട് അഫേഴ്സിന് വേണ്ടി കുറച്ച് സമയം എന്നും മാറ്റിവെക്കാൻ ശ്രമിക്കൂ. ഇന്ന് ജൂൺ 16, നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ആർമി സക്സസ്ഫുള്ളി ടെസ്റ്റ് രുദ്രാഷ്ട്ര. സൈന്യം രുദ്രാഷ്ട്രം വിജയകരമായി പരീക്ഷിച്ചു. ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇന്ത്യൻ ആർമി പരീക്ഷിച്ചിട്ടുള്ള ഒരു ഡ്രോൺ ആണ് രുദ്രാഷ്ട്ര. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യൻ സൈന്യം വിജയകരമായി പരീക്ഷിച്ച ഇന്ത്യയുടെ രുദ്രാഷ്ട്ര ഡ്രോൺ ഏതുതരം ഡ്രോൺ ആണ്? VTOL ശേഷിയുള്ള ഡ്രോൺ, അതായത് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് ഡ്രോൺ. ഹെലികോപ്റ്റർ പോലെ നേരെ ഉയർന്നു പൊങ്ങാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഡ്രോൺ ആണ് VTOL കേപ്പബിൾ ഡ്രോൺ. ഇത് ഇന്ത്യൻ ആർമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡ്രോൺ ആണ്. ഇതിനു മുമ്പത്തെ ചില ഡ്രോൺസ് എന്ന് പറയുമ്പോൾ അത് സാധാരണ ഒരു ഫ്ലൈറ്റ് പൊങ്ങുന്ന പോലെ തന്നെയുള്ള ഡ്രോൺസ് ആണെങ്കിൽ, ഇന്ത്യൻ ആർമിയുടെ ഈ ഡ്രോൺ രുദ്രാഷ്ട്ര ഇത് VTOL കേപ്പബിൾ ഡ്രോൺ ആണ്. ഇന്ത്യയുടെ മാരകമായ രുദ്രാഷ്ട്ര VTOL ഡ്രോൺ എത്ര ദൂരത്തിൽ നിന്ന് ലക്ഷ്യത്തെ ചുറ്റിത്തിരിയാനും ലോക്ക് ചെയ്യാനും ഇല്ലാതാക്കാനും കഴിയും? 50 കിലോമീറ്റർ അകലെ. അതായത് ഈ ഡ്രോണിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 50 കിലോമീറ്റർ അകലെ വെച്ച് ആ ടാർഗറ്റിനെ കണ്ടെത്തുകയും ആ ടാർഗറ്റിനെ ലോക്ക് ചെയ്തുകൊണ്ട് ആ കൃത്യമായിട്ടുള്ള ഒരു അറ്റാക്ക് നടത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഡ്രോൺ ആണ് രുദ്രാഷ്ട്ര എന്ന ഡ്രോൺ ഇപ്പോൾ ഇന്ത്യൻ ആർമി വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുള്ളത്. ഈ ഡ്രോൺ 50 കിലോമീറ്റർ അകലെ ഇതിനെ ലോക്ക് ചെയ്യാനും എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ഒപ്പം തന്നെ ആ ഡ്രോൺ തിരിച്ചു വരാൻ സാധിക്കുന്ന ലെവലിലുള്ള ഒരു ഡ്രോൺ ആണ് നിർമ്മിച്ചിട്ടുള്ള രുദ്രാഷ്ട്ര എന്ന ഡ്രോൺ. ഇന്ത്യയുടെ രുദ്രാഷ്ട്ര VTOL ഡ്രോൺ ആരാണ് വികസിപ്പിച്ചെടുത്തത്? സോളാർ എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് ലിമിറ്റഡ്, നാഗ്പൂർ. നാഗ്പൂരിലുള്ള സോളാർ എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് ലിമിറ്റഡ് ആണ് രുദ്രാഷ്ട്ര എന്ന VTOL, അതായത് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് ഡ്രോൺ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: അടൂർ ഗോപാലകൃഷ്ണൻ ഹാസ് വൺ ദി പ്രൊഫസർ MP മന്മഥൻ അക്ഷയ അവാർഡ് 2025. അടൂർ ഗോപാലകൃഷ്ണൻ പ്രൊഫസർ MP മന്മഥൻ അക്ഷയ അവാർഡ് 2025 നേടി. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. പ്രൊഫസർ MP മന്മഥൻ അക്ഷയ അവാർഡ് 2025 നേടിയത് ആരാണ്? പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് അടൂർ ഗോപാലകൃഷ്ണൻ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണിത്. അതായത് പ്രൊഫസർ MP മന്മഥൻ അക്ഷയ അവാർഡ് നേടിയിട്ടുള്ളത് നോട്ടഡ് ഫിലിം മേക്കർ അടൂർ ഗോപാലകൃഷ്ണൻ ആണ്. പ്രൊഫസർ MP മന്മഥൻ അക്ഷയ അവാർഡ് നൽകുന്ന സംഘടന ഏതാണ്? അക്ഷയ പുസ്തകനിധി ആൻഡ് എപ്നേസർ എഡ്യൂക്കേഷണൽ അസോസിയേഷൻ. അക്ഷയ പുസ്തകനിധി ആൻഡ് എപ്നേസർ വിദ്യാഭ്യാസ അസോസിയേഷൻ. ഈ ഒരു സംഘടനയാണ് അക്ഷയ പുസ്തകനിധി ആൻഡ് എപ്നേസർ എഡ്യൂക്കേഷണൽ അസോസിയേഷൻ ആണ് MP മന്മഥൻ അക്ഷയ അവാർഡ് ഓരോ വർഷം നൽകി വരുന്നത്. ഈ പ്രാവശ്യത്തെ അവാർഡ് ലഭിച്ചിട്ടുള്ളത് അടൂർ ഗോപാലകൃഷ്ണനാണ്. പ്രൊഫസർ MP മന്മഥൻ അക്ഷയ ആരാണ്? ഇന്ത്യൻ എഴുത്തുകാരനും സാമൂഹിക പരിഷ്കർത്താവും. കേരളത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററും സോഷ്യൽ റിഫോർമർ ആയിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താവുമായിട്ടുള്ള MP മന്മഥൻ അക്ഷയ, അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ഒരു അവാർഡ് നൽകി വരുന്നത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: സൗത്ത് ആഫ്രിക്ക വിൻ ഫസ്റ്റ് ICC ടൈറ്റിൽ ഇൻ 27 years, ക്ലിഞ്ച് WTC 2025. 27 വർഷത്തിനിടെ ദക്ഷിണാഫ്രിക്ക ആദ്യ ICC കിരീടം WTC 2025 കരസ്ഥമാക്കി. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്. സൗത്ത് ആഫ്രിക്ക 27 years ശേഷം, അതായത് ആദ്യമായിട്ട് ഒരു ICC WTC 2025 കരസ്ഥമാക്കിയിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ 2025 നടന്ന ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ നേടിയ രാജ്യം ഏത്? ദക്ഷിണാഫ്രിക്ക. WTC എന്ന് പറഞ്ഞാൽ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്. 27 വർഷത്തിന് ശേഷം ICC ടൈറ്റിൽ, അതായത് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയിട്ടുള്ള ടീം ആണ് സൗത്ത് ആഫ്രിക്ക. ഈ മത്സരം നടന്നിട്ടുള്ളത് ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ചാണ്. 27 വർഷത്തിനിടെ ഏത് ടീമിനെതിരെയാണ് ദക്ഷിണാഫ്രിക്ക ആദ്യമായി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ICC കിരീടം നേടിയത്? ഓസ്ട്രേലിയ.
ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക തമ്മിലുള്ള മത്സരത്തിലാണ്. ആ ഒരു ഫൈനൽ മത്സരത്തിലാണ് സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ പരാജയപ്പെടുത്തിക്കൊണ്ട് 27 വർഷത്തിന് ശേഷം ICC ടൈറ്റിൽ, അതായത് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കുന്നത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: വിയറ്റ്നാം ഒഫീഷ്യലി ജോയിൻസ് ബ്രിക്സ് ആസ് പാർട്ട്ണർ കൺട്രി. വിയറ്റ്നാം ഔദ്യോഗികമായി ബ്രിക്സിൽ പങ്കാളി രാജ്യം എന്ന നിലയിൽ ചേർന്നു. ബ്രിക്സ് എന്ന സംഘടനയിൽ പാർട്ട്ണർ കൺട്രി ഉണ്ട്, ഫുൾ ടൈം കൺട്രി ഉണ്ട്, ഫൗണ്ടേഷൻ കൺട്രീസ് ഉണ്ട്. ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ വിയറ്റ്നാം അതിൽ ഒഫീഷ്യലി ബ്രിക്സിന്റെ പാർട്ട്ണർ കൺട്രി ആയിട്ട് ചേർന്നു. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സമീപകാലത്ത് ഏത് ഏഷ്യൻ രാജ്യമാണ് ബ്രിക്സിൽ പങ്കാളി രാജ്യമായി ചേർന്നത്? വിയറ്റ്നാം. വിയറ്റ്നാം ആണ് പാർട്ട്ണർ കൺട്രി ആയിട്ട് ബ്രിക്സ് എന്ന സംഘടനയിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. ബ്രിക്സിലെ യഥാർത്ഥ 5 അംഗങ്ങൾ ഏതാണ്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക. ഈ 5 രാജ്യങ്ങളാണ് ബ്രിക്സിലെ സ്ഥാപക രാജ്യങ്ങൾ. 2009 ജൂൺ 16 ബ്രിക്സ് എന്ന ഈ ഒരു സംഘടന രൂപീകരിച്ചിട്ടുള്ളത്. 2009 രൂപീകരിക്കുന്ന സമയത്ത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് 2010 സൗത്ത് ആഫ്രിക്ക ഇതിലെ ഫുൾ ടൈം മെമ്പർ ആയിട്ട് ചേർന്നിട്ടുള്ളത്. 2025 ജനുവരി വരെ എത്ര പൂർണ്ണ അംഗരാജ്യങ്ങൾ ബ്രിക്സിൽ ഉണ്ട്? 10. ഇന്നിപ്പോൾ ബ്രിക്സിൽ ഫുൾ മെമ്പേഴ്സ് കൺട്രീസ് ആയിട്ട് 10 രാജ്യങ്ങൾ ആണുള്ളത്. ഇതിലെ ഒറിജിനൽ 5 മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഫൗണ്ടേഷൻ എന്ന ലെവലിലുള്ള മെമ്പേഴ്സ് ആണ് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യൻ നേവി അണ്ടർടേക്സ് ഡെയറിംഗ് ഏരിയൽ ഇൻസർഷൻ ഓഫ് എ സാൽവേജ് ടീം ഓൺ ബോർഡ് MV വാൻഹായ് 503. MV വാൻഹായ് 503 എന്ന കപ്പലിൽ ഒരു രക്ഷാസംഘത്തിന്റെ ധീരമായ വ്യോമപ്രവേശനം ഇന്ത്യൻ നാവികസേന ഏറ്റെടുത്തു. MV വാൻഹായ് 503 എന്ന ആ കപ്പൽ, ചരക്ക് കപ്പൽ, നമുക്കറിയാം ഈ അടുത്ത് കേരളത്തിന്റെ തീരപ്രദേശത്ത് വെച്ച് കത്തുപിടിച്ചു. ഇന്നും ഇപ്പോൾ അതിന് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യൻ നേവി അതിലെ വളരെ വിദഗ്ധമായിട്ട് കപ്പലിലേക്കുള്ള ആ രക്ഷാപ്രവർത്തനം, അതായത് ആ കപ്പലിലേക്ക് ഇറങ്ങി. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂൺ 13 MV വാൻഹായ് 503 എന്ന കപ്പലിലേക്ക് ഏത് സേനയാണ് രക്ഷാസംഘത്തെ ആകാശത്ത് നിന്ന് നയിച്ചത്? ഇന്ത്യൻ നാവികസേന. ഇന്ത്യൻ നേവിയുടെ സെയിലേഴ്സ് ആ ഒരു കപ്പലിൽ, അതായത് MV വാൻഹായ് 503 എന്ന കപ്പലിലെ ഹെലികോപ്റ്റർ വഴി ആ കപ്പലിലേക്ക് ഇറങ്ങി. ഇത് ജൂൺ 13 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡുമായി ഏകോപിച്ച് MV വാൻഹായ് 503 എന്ന കപ്പലിന്റെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ ഏത് 2 കപ്പലാണ്? INS ശാരദ, OSV MV ട്രൈറ്റൺ ലിബർട്ടിയും. ഇന്ത്യൻ നേവിയുടെ 2 കപ്പലാണ് INS ശാരദ, മറ്റൊന്ന് OSV MV ട്രിൻടൺ ലിബർട്ടി. ഈ 2 കപ്പലാണിപ്പോൾ അഗ്നിക്കിരയായിക്കൊണ്ടിരിക്കുന്ന MV വാൻഹായ് 503 എന്ന കപ്പലിലെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഏർപ്പെട്ടിരിക്കുന്ന 2 കപ്പലുകൾ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ജൂൺ 13 ഇന്ത്യൻ നാവികസേനയുടെ നാവികർ ആ കപ്പലിലേക്ക് ഹെലികോപ്റ്റർ വഴി ഇറങ്ങി എന്നതാണ് മറ്റൊരു പ്രത്യേകത. 2025 ജൂൺ 9 കേരളത്തിലെ അഴീക്കൽ തീരത്തിന് സമീപം തീപിടിച്ച ഒരു ചരക്ക് കപ്പലായ MV വാൻഹായ് 503 ഏത് രാജ്യത്ത് നിന്നുള്ളതാണ്? സിംഗപ്പൂർ രാജ്യത്തിൻ്റെ കപ്പലാണ് MV വാൻഹായ് 503. ഇതാണ് ഏറ്റവും അടുത്തായിട്ട് ഈ കഴിഞ്ഞ ജൂൺ 9 അഴീക്കൽ കോസ്റ്റിൽ വെച്ച്, അതായത് അഴീക്കൽ തീരത്ത് വെച്ച് തീ പിടിച്ചിട്ടുള്ള കപ്പൽ. ഇതിലെ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഇതിനോടൊപ്പം തന്നെ ഈ കപ്പലിലെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ഫോഴ്സ് ആണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: സൗത്ത് ഏഷ്യൻ ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിസിക്സ് സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ്, ഇന്ത്യ വൺ ഗോൾഡ്. ദക്ഷിണേഷ്യൻ ബോഡി ബിൽഡിംഗ്, ഫിസിക്സ് സ്പോർട്സ് ചാമ്പ്യൻഷിപ്പുകൾ ഇന്ത്യ സ്വർണം കരസ്ഥമാക്കി. ഇന്ത്യയിൽ ആരാണ് സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്? നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 15ാമത് സൗത്ത് ഏഷ്യൻ ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിസിക്സ് സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് 2025 ഇന്ത്യയിൽ നിന്ന് ആരാണ് സ്വർണ്ണ മെഡൽ നേടിയത്? യാജിക് ഹിലാങ്. അരുണാചൽ പ്രദേശ് സ്വദേശിയായിട്ടുള്ള യാജിക് ഹിലാങ് ആണ് ഇന്ത്യക്ക് വേണ്ടി 15ാമത്തെ സൗത്ത് ഏഷ്യൻ ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിസിക്സ് സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ, അതായത് ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. അരുണാചൽ പ്രദേശിൽ നിന്ന് ഒരു അന്താരാഷ്ട്ര മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ വനിത ഫിസിക്സ് സ്പോർട്സ് അത്ലറ്റ് ആരാണ്? യാജിക് ഹിലാങ്.
യാജിക് ഹില്ലാൻ അരുണാചൽ പ്രദേശ് സ്വദേശിയാണ്. ആദ്യമായിട്ടാണ് ആ സംസ്ഥാനത്ത് നിന്ന് ഒരു വ്യക്തി ഇത്തരത്തിലുള്ള മത്സരത്തിൽ, അതായത് ഒരു ഫിസിക്സ് സ്പോർട്സ്, ഒരു ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ സ്വർണം കരസ്ഥമാക്കുന്നത്. 15ാമത് സൗത്ത് ഏഷ്യൻ ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിസിക്സ് സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് 2025 എവിടെയാണ് നടന്നത്? ഭൂട്ടാനിലെ തിംഫു. ഭൂട്ടാനിലെ തിംഫുവിൽ വെച്ചാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ 15ാമത്തെ സൗത്ത് ഏഷ്യൻ ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിസിക്സ് സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുള്ളത്. ഈ ഒരു മത്സരത്തിലാണ് ഇന്ത്യയുടെ യാജിക് ഹില്ലാൻ സ്വർണം കരസ്ഥമാക്കുന്നത്. ആദ്യമായിട്ടാണ് അരുണാചൽ പ്രദേശിലെ ഒരു പെൺകുട്ടി ഇത്തരത്തിലുള്ള ഒരു സ്വർണം കരസ്ഥമാക്കുന്നത്. അടുത്തൊരു കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിങ്. അൾട്ടിമേറ്റ് ടേബിൾ ടെന്നീസ് 2025 യു മുംബ TT സി ഓഫ് ജയ്പൂർ പാട്രിയോട്സ്. അൾട്ടിമേറ്റ് ടേബിൾ ടെന്നീസ് 2025 യു മുംബൈ TT ജയ്പൂർ പാട്രിയോട്സിനെ തോൽപ്പിച്ചു. ഇന്ത്യൻ പ്രീമിയർ ലീഗ് IPL പോലെ തന്നെ മറ്റൊരു പ്രീമിയർ ലീഗ് ആണ് അൾട്ടിമേറ്റ് ടേബിൾ ടെന്നീസ് 2025. ടേബിൾ ടെന്നീസ് ആയി ബന്ധപ്പെട്ട ഒരു ലീഗ് മത്സരമാണ്. ഈ ഒരു മത്സരത്തിലാണ് യു മുംബ വിജയിച്ചിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അൾട്ടിമേറ്റ് ടേബിൾ ടെന്നീസ് 2025 ജയ്പൂർ പാട്രിയോട്സിനെ 8-4 എന്ന സ്കോറിനെ പരാജയപ്പെടുത്തി UTT കിരീടം നേടിയ ടീം ഏതാണ്? യു മുംബ. യു മുംബ എന്ന ടീം ആണ് അൾട്ടിമേറ്റ് ടേബിൾ ടെന്നീസ് 2025 ജയ്പൂർ ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് 8-4 പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. യു മുംബ എന്ന ടീം ആണ്. 2025 ജൂൺ 15 അൾട്ടിമേറ്റ് ടേബിൾ ടെന്നീസ് 2025 ഫൈനൽ മത്സരം എവിടെയായിരുന്നു? EKA അറീന, അഹമ്മദാബാദ്. അഹമ്മദാബാദിലെ ഒരു സ്പോർട്സ് കോംപ്ലക്സ് ആണ് EKA അറീന. ഇവിടെ വെച്ചാണ് അൾട്ടിമേറ്റ് ടേബിൾ ടെന്നീസ് ടൂർണമെന്റ് ഫൈനൽ മത്സരം നടന്നിട്ടുള്ളത്. ഈ മത്സരത്തിലാണ് യു മുംബ എന്ന ടീം ജയ്പൂർ പാട്രിയോട്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം കരസ്ഥമാക്കുന്നത്. പ്രീമിയർ ഫ്രാഞ്ചൈസി അധിഷ്ഠിത ടേബിൾ ടെന്നീസ് ടൂർണമെന്റായ അൾട്ടിമേറ്റ് ടേബിൾ ടെന്നീസ് 2025 ഏത് അസോസിയേഷനാണ് സംഘടിപ്പിച്ചത്? ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, TTFI. TTFI എന്ന സംഘടന ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ലെവലിലെ ടേബിൾ ടെന്നീസുമായി ബന്ധപ്പെട്ട സംഘടനയാണ്. ഈ സംഘടനയാണ് അൾട്ടിമേറ്റ് ടേബിൾ ടെന്നീസ് 2025 എന്ന ഈ മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളതും. ഈ ഒരു മത്സരത്തിലാണ് യു മുംബ എന്ന ടീം ജയ്പൂർ പാട്രിയോട്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ കിരീടം കരസ്ഥമാക്കുന്നത്. നമ്മളിന്ന് കറണ്ട് അഫയേഴ്സും GK ആയിട്ട് 20ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ജേഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.